അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഒരു പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് നമ്മളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എങ്കിലും അശ്രദ്ധ മൂലം അത് നഷ്ടപ്പെടരുത് എന്ന ഉദ്ദേശത്തോടു കൂടെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ ഈ വർഷത്തെ ഹജ്ജിൻ്റെ രജിസ്ട്രേഷൻ സമയം ഗവൺമെൻറ്റേത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പ്രൈവറ്റിൻ്റെ സമയം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഈ മാസം ഇന്ന് 3-ാം തീയതിയാണ്. 15-ാം തീയതി വരെ സമയമുണ്ട് എന്നുള്ള ഒരു അറിയിപ്പാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. അതിന് ചെറിയ മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും വരുമോ ഇല്ലയെന്ന് അറിയില്ല. ഏതായാലും സമയം അവസാനിക്കാനായിട്ടുണ്ട്. നമ്മുടെ ബന്ധത്തിൽപ്പെട്ട ആരെങ്കിലൊക്കെ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ, പ്രൈവറ്റ് സീറ്റിനൊക്കെ അതിന് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ, നമ്മളും പ്രേക്ഷകരായ നമ്മളൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമുക്ക് ഫർളായ ഒരു സംഗതിയാണെങ്കിൽ നമ്മളത് ചെയ്തിരിക്കണം. വലിയ പുണ്യമുള്ള ആ ഒരു കർമ്മം ഒരിക്കലും തന്നെ നഷ്ടപ്പെടുത്താൻ പാടില്ല. സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ കഴിവുള്ള ഏതൊരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്യാൻ അനിവാര്യമാണ് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ട് അത് ചെയ്യാൻ വേണ്ടി ഇനി അടുത്ത വർഷമാകട്ടെ പിന്നീടാകട്ടെ എന്നുള്ളതായ ആ ഒരു ചിന്ത നമ്മൾ മാറ്റിവെച്ചുകൊണ്ട്, അടുത്ത വർഷത്തേക്ക് നമുക്ക് നല്ല ആരോഗ്യമുണ്ട്, പക്ഷെ അടുത്ത വർഷം എന്താകുമെന്ന് നമുക്ക് ഒരാൾക്കും തന്നെ പറയാൻ സാധ്യമല്ല. അല്ലാഹു തആല നമുക്കൊക്കെ ആഫിയത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത വർഷത്തേക്ക് നീട്ടിവെക്കാതെ ഈ വർഷം തന്നെ കഴിവിൻ്റെ പരമാവധി അതൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മാത്രമല്ല, സാമ്പത്തികമായിട്ടൊക്കെ അങ്ങോട്ടും ഓരോ വർഷം കൂടുന്തോറും അതിൻ്റെ എക്സ്പെൻസ് ഒക്കെ കൂടി വരാനൊക്കെ സാധ്യതയുണ്ട്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളൊക്കെ പോകുമ്പോൾ നല്ല പ്രത്യേകിച്ച് പ്രൈവറ്റ് ആകുമ്പോൾ അതിൻ്റെതായ അമീർമാരൊക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പ്രൈവറ്റ് ആകുമ്പോൾ നല്ല കൂടുതൽ പരിചയമുള്ള അമീർമാരുടെയും അതുപോലെ തന്നെ സേവന രംഗത്ത് സ്ഥിര സാന്നിധ്യമായി അറിയപ്പെടുന്ന നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ട്രാവൽസും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആ ഒരു കാര്യം നമ്മൾക്ക് ശ്രദ്ധിക്കുക. നമ്മുടെ പൈസ ക്യാഷ് ഒരിക്കലും തന്നെ അത് നഷ്ടപ്പെടാൻ പാടില്ല. ആ രൂപത്തിൽ നമുക്ക് ഈ വർഷം നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഈ വർഷം കിട്ടുന്ന രൂപത്തിൽ, മറ്റു തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ ഈ വർഷം തന്നെ കിട്ടുന്ന രൂപത്തിൽ അത് നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോയി പൈസ ഇട്ട് പിന്നെ അവസാനം അത് നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്താതെ അതൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ യഥാർത്ഥ ഉസ്താദുമാർ, അത് ഏത് ഉസ്താദുമാരായാലും വേണ്ടില്ല, അവരെ കീഴിലായിക്കൊണ്ട് പോകുന്ന രൂപത്തിലേക്ക്. കാരണം നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നതെങ്കിൽ പ്രത്യേകിച്ച് അവിടെ നിന്നും കൂടുതൽ പരിചയമൊന്നും ഉണ്ടാവില്ല. അപ്പം മറ്റു അമീർമാരൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് മസാറുകൾ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗദ ഷരീഫ് അതുപോലെ തന്നെ മറ്റുള്ള ഒരുപാട് മസാറുകൾ നമുക്ക് സന്ദർശിക്കണം. അതിനൊക്കെ വഴിയൊരുക്കുന്ന, അതുപോലെ തന്നെ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ആ പുണ്യമാക്കപ്പെട്ട ഷറഫാക്കപ്പെട്ട നാട്ടിൽ അവിടെയൊക്കെ നമുക്ക് പോകണമെങ്കിൽ, അവിടെ പോയിട്ടൊക്കെ ഒന്ന് ദുആ ചെയ്യണമെങ്കിൽ നമ്മുടെ യഥാർത്ഥ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അമീർമാരുടെ കീഴിലൊക്കെ പോയാൽ മാത്രമേ അതിനൊക്കെ സാധ്യമാവുകയുള്ളൂ എന്ന് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കുക. വീണ്ടും പറയുകയാണ്, നമുക്ക് കിട്ടിയ ഈ അവസരം നമ്മൾ വിനിയോഗിക്കണം. അത് വരുന്ന വർഷത്തേക്ക് നീട്ടിവെക്കാതെ, അല്ലെങ്കിൽ എനിക്ക് പ്രായമായിട്ടില്ലല്ലോ, അല്ലെങ്കിൽ പ്രായമായ ആളുകളാണല്ലോ സാധാരണ ഹജ്ജിന് പോകല് എന്ന ഒരു തോന്നൽ നമ്മളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു ആരോഗ്യത്തോടു കൂടെയുള്ള സമയം, കാരണം ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മെ പഠിപ്പിച്ചത്, അള്ളാഹ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഇബാദത്ത് അത് യുവതികളായ ആളുകളിൽ നിന്ന് അവർ ചെയ്യുന്ന കർമ്മത്തെയാണ് ഏറ്റവും അവൻ ഇഷ്ടപ്പെടുന്നത്. കാരണം ആ യുവത്വ സമയത്ത് ചെയ്യുന്ന, പ്രായമാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇബാദത്തിന് ചെയ്യാൻ വേണ്ടി കൂടുതൽ അടുക്കുന്ന ഒരു സമയമാണ്. കാരണം ഇനി ഏതായാലും മുന്നോട്ട് പോകില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുന്ന ഇബാദത്തിനേക്കാൾ യുവത്വമുള്ള സമയത്ത്, കാരണം അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ ഇബാദത്തും, അത് പ്രത്യേകിച്ച് ഹജ്ജ് ആകുമ്പോൾ, കാരണം നിസ്കാരം ഏതായാലും നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഹജ്ജ് എന്ന് പറയുന്ന സംഗതി അത് നമ്മൾ വർഷത്തിൽ നമുക്ക് ഒരു തവണ ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ഈ യുവത്വ സമയത്ത് തന്നെ എല്ലാ കർമ്മങ്ങളും നല്ല ഇഖ്ലാസോടുകൂടെ, നല്ല ഉന്മേഷത്തോടുകൂടെ ചെയ്യുമ്പോൾ അത് അള്ളാഹുക്ക് വലിയ ഇഷ്ടമാണ്. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്, ഒരാൾ ഹജ്ജ് ചെയ്ത് കഴിഞ്ഞാൽ അവനെ ഉമ്മ എങ്ങനെയാണോ പ്രസവിച്ചത് അതുപോലെയുള്ള എല്ലാ പാപങ്ങളിൽ നിന്നും, എല്ലാ ചെറിയ ദോഷങ്ങളിൽ നിന്നൊക്കെ അവനെ, കാരണം നമ്മൾ ഹജ്ജിന് പോകുന്ന സമയത്ത് എല്ലാവരോടും പൊരുത്തപ്പെടിപ്പിച്ച് എല്ലാം ബാധ്യതകളും ഒക്കെ തീർത്തുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ എല്ലാ ദോഷങ്ങളിൽ നിന്നും മുക്തമായിട്ട് ആ ഹജ്ജ് ചെയ്യലോടുകൂടെ അവൻ്റെ ചെറിയ ദോഷങ്ങളും പൊറുപ്പിച്ച് നേരെ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ, ഹജ്ജ് കഴിഞ്ഞാൽ തന്നെ അവൻ്റെ ആ ഒരു നിയ്യത്തിലേക്ക് എടുത്തു കഴിഞ്ഞാൽ തന്നെ അവൻ ഹാജിയായിട്ട് മാറുകയാണ്. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകട്ടെ.
അപ്പോൾ ഹജ്ജ് ചെയ്തു കഴിഞ്ഞാൽ അവൻ ഹാജിയായിട്ട് മാറുകയാണ്. അപ്പോൾ അത് കയ്യലോടുകൂടെ ഒരു കുഞ്ഞിനെ പോലെ എല്ലാ ദോഷങ്ങളും അതിൽ നിന്നൊക്കെ മുക്തി നേടിക്കൊണ്ട് ഉള്ള ഒരവസ്ഥയിലേക്ക് മാറുമെന്ന് ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ നമ്മെ പഠിപ്പിച്ചതാണ്. മാത്രമല്ല ഹജ്ജിനുള്ള പ്രതിഫലം അത് സ്വർഗമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുമ ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിലൊക്കെ നമുക്ക് കാണാവുന്നതാണ്. ആ ഹജ്ജിനുള്ള പ്രതിഫലം അത് സ്വർഗ്ഗമാണ്. ഒരാൾ ഹജ്ജ് ചെയ്ത് കഴിഞ്ഞാൽ, ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഹജ്ജ് ആവണമെങ്കിൽ അത് യഥാർത്ഥ ഹജ്ജാണല്ലോ. അപ്പം ഹജ്ജ് കഴിഞ്ഞാൽ പിന്നെ അവൻക്കുള്ള പ്രതിഫലം അത് സ്വർഗമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ഹജ്ജ് ചെയ്യുന്നവരും ഉംറ ചെയ്യുന്നവരൊക്കെ അള്ളാഹുവിൻ്റെ അതിഥികളാണെന്നും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല ഹാജിമാരുടെ ദുആ അതിന് വലിയ ഉത്തരം നൽകുമെന്നും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഹജ്ജ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ ഹാജിയായിട്ട് മാറുകയാണ്. ഒരുപാട് നേട്ടങ്ങൾ ആ ഹജ്ജിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് അല്ലേ? ദുആക്ക് ഇജാബത്ത് കിട്ടുകയാണ്. അവരെന്ത് ദുആ ചെയ്താലും ആ ദുആ സ്വീകരിക്കും. അതിന് നമ്മളെ ഹജ്ജ് യഥാർത്ഥ ഹജ്ജായിട്ട് മാറണം. ആ രൂപത്തിൽ നമ്മൾ മറ്റുള്ളവർ പോകുന്നുണ്ടല്ലോ എന്ന് കരുതിയിട്ട് നമ്മളും പോവുക, ആ രൂപത്തിലല്ല. ഹജ്ജിന് യഥാർത്ഥമായിട്ട് നമ്മൾ ഹജ്ജിന് വേണ്ടി പോവുക, നല്ല ഇഖ്ലാസോടുകൂടെ നല്ല നിയ്യത്തോടുകൂടെ നമ്മളൊക്കെ ചെയ്യാം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹജ്ജ് ചെയ്ത് കഴിഞ്ഞാൽ പാപങ്ങളിൽ നിന്നൊക്കെ പിന്നെ ഏകദേശം ഒരു 40 ദിവസത്തോളം നമ്മളൊക്കെ ആ ഒരു നിസ്കാരത്തിലും മറ്റുള്ള ദിക്റിലും മറ്റുള്ള സ്വലാത്തിലും ഒക്കെ ഹജ്ജിന്റെ കർമ്മങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾ നിരതരായിക്കും ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ 40 ദിവസം അതിലായിട്ട് ഇങ്ങനെ ഒഴുകാണ്. ആ ഒരു നല്ല നിയ്യത്തോടു കൂടെ പോകുമ്പം അവിടെ എത്തിയിട്ട് പിന്നെ മറ്റൊരു ചിന്തകളൊന്നും ഇല്ലാതെ മറ്റു ഏർപ്പാടുകളിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് പ്രത്യേകമായിട്ട് ഹജ്ജിന്റെ കർമ്മങ്ങളിലും അതുപോലെ തന്നെ മറ്റുള്ള ഖുർആൻ പാരായണവും മറ്റുള്ള തുടങ്ങിയ ഒട്ടനവധി സുന്നത്തായ കാര്യങ്ങളും നിസ്കാരങ്ങളും ഇങ്ങനെ ചെയ്ത് ആ ഒരു ശീലം നമ്മളിങ്ങനെ 40 ദിവസം ട്രെയിനിങ് ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കുകയാണ്. അപ്പം ആ ഒരു മാറ്റിയെടുക്കൽ പിന്നീട് അതിൽ നിന്ന് മാറി നിൽക്കാതെ നമ്മൾ നാട്ടിൽ വന്നാലും ആ ഒരു കർമ്മങ്ങളിലായിട്ട് മറ്റുള്ള ഖുർആൻ പാരായണം അതുപോലെ തന്നെ ദിക്റും സ്വലാത്തും അതുപോലെ തന്നെ നിസ്കാരമൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ കഴിഞ്ഞുകൂടണം. അതിനുള്ളൊരു അവസരം കൂടിയാണ്. കാരണം നമ്മുടെ ആ ഒരു റൂട്ടിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞ് ഇനി അതിൽ മാറാൻ പാടില്ല. ഇതുപോലെ റമദാൻ മാസം നമ്മൾ ആ ഒരു നല്ല ഇഖ്ലാസോടുകൂടെ ആ റമദാനെ നമ്മളൊക്കെ സ്വീകരിക്കുകയും പിന്നെ റമദാൻ കഴിഞ്ഞാൽ പിന്നൊരു മാറ്റം അത് ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെയാണ് ഹജ്ജ് ചെയ്തു കഴിഞ്ഞാൽ അവൻ എല്ലാ ദോഷങ്ങളിൽ നിന്നും പാപമുക്തനായിട്ടാണ് ഹാജിമാര് വരുന്നത്. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ ഒരു ജീവിതം ചിട്ടപ്പെടുത്താനൊക്കെ ഉള്ള ഒരു മാർഗം കൂടിയാണ്. അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്നാകുമ്പോൾ നമ്മളെ നിസ്കാരങ്ങൾ ഒരു പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലപ്പോൾ സമയത്തിൻ്റെ വ്യത്യാസങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഹജ്ജിന് പോകുന്ന ഒരാളെ സംബന്ധിച്ച് അവൻ കൃത്യമായിട്ട് നിസ്കരിക്കുകയാണ്. അവ്വലുൽ വഖ്ത് തന്നെ അതിൻ്റെ ആദ്യ സമയത്ത് തന്നെ നിസ്കരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ശീലം ഉണ്ടാവുകയാണ്. ഇങ്ങനെ ഒട്ടനവധി ശീലങ്ങൾ മറ്റുള്ളവരെ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറച്ചിലും ഒക്കെ ഉണ്ടാവുമല്ലോ. ഇതൊക്കെ മാറി നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് ഹാജിമാർ എത്തുകയാണ്. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ട് പിന്നെ തിരിച്ചു വരുമ്പോൾ ആ ഒരു നല്ലൊരു ഹാജിയായിട്ട് മാറുക. പിന്നെ ആ ഒരു ജീവിതം ആ ഒരു 40 അല്ലെങ്കിൽ ഹജ്ജിന് പോയ ആ ഒരു ദിവസം നമ്മൾ എങ്ങനെയാണോ ജീവിച്ചത് അതുപോലെ ജീവിക്കാൻ വേണ്ടി നമ്മളൊക്കെ ശ്രമിക്കുക. കഴിവിൻ്റെ പരമാവധി നമ്മളൊക്കെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക. ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസരങ്ങൾ നമുക്ക് ഉണ്ടാവുകയാണ്. ആ അവസരങ്ങൾ നമ്മളൊക്കെ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ഹജ്ജിനും ഉംറയ്ക്കൊക്കെ പോകാൻ അവസരം ഉണ്ടാകണേ, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ അവരൊക്കെ ആഗ്രഹിക്കുന്ന ഹജ്ജിന് പോകണം ഉംറയ്ക്കൊക്കെ പോകണം എന്നൊരായ ആ ഒരു ആഗ്രഹമാണ് അല്ലാഹു തആല എല്ലാവർക്കും പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് എല്ലാവർക്കും നമ്മുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ ഹജ്ജിന് പോകാൻ ഉദ്ദേശിച്ചവരെടുക്കുന്നുണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെ അതിനൊക്കെയുള്ള തൗഫീഖ്, സാഹചര്യം, സന്മനസ്സും അതുപോലെ തന്നെ എല്ലാ വഴികളും അല്ലാഹു തആല എളുപ്പമാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകണം റഹ്മാനെ. മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ഒക്കെ നിർവഹിക്കാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. നീ തൗഫീഖ് നൽകണം റഹ്മാനെ. നീ തൗഫീഖ് നൽകണ റഹ്മാനെ. ഒരുപാട് ആളുകൾ പ്രാവശ്യം അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മുടെ പ്രേക്ഷകരായ ഒരുപാട് ആളുകൾ ഹജ്ജിനൊക്കെ പോകുന്നവരുണ്ട്, ഉംറയ്ക്ക് പോകുന്നവരുണ്ട്, ഉദ്ദേശിച്ചവരൊക്കെ ഉണ്ട്. അല്ലാഹു തആല എല്ലാം നീ ഖൈർ പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. എല്ലാവർക്കും നീ തൗഫീഖ് പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷമെങ്കിലും പോകാനൊക്കെ ഉള്ള സാമ്പത്തികമായിട്ടുള്ള എല്ലാവിധ വഴികളും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ വഴികളും നീ തുറന്നുകൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണം റഹ്മാനെ. നീ തൗഫീഖ് നൽകണം റഹ്മാനെ. നീ തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുമ്മ അർസുഖ്നാ ഹജ്ജൻ മബ്റൂറ വസഅയൻ മഷ്കൂറ
مشكورا وذنبا مغفورا وعملا مقبولا يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا وارحمنا ولوالدينا ولمن ماتوا منا ولجميع أمة سيدنا مصطفى محمد صلى الله عليه وسلم. وقنا وإياهم شر ما قضيت. آمين برحمتك يا أرحم الراحمين. إن شاء الله ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക, പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക. പിന്നെ നമ്മുടെയൊക്കെ ഒരുപാട് പോകാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഡേറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചിലപ്പോൾ പിന്നെ അറിയാത്ത ഒരുപാട് ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പിന്നെ നല്ല പരിചയമുള്ള അമീർമാരൊക്കെ തിരഞ്ഞെടുക്കുക. അതുപോലെ തന്നെ ട്രാവൽസൊക്കെ നമ്മൾ ബന്ധപ്പെടുമ്പോൾ അത് കൃത്യമായിട്ട് അതിൻ്റെ രേഖകളും പൈസ കൊടുത്ത കാര്യങ്ങളും അതുപോലെ തന്നെ പൈസ കൊടുത്തതിൻ്റെ രേഖകളൊക്കെ കൃത്യമായിട്ട് എങ്ങനെയാണ് സാധാരണ എങ്ങനെയാണ് ചെയ്യൽ, അപ്പോൾ അതൊക്കെ നമ്മൾ ചോദിച്ചറിഞ്ഞുകൊണ്ട് മാത്രം പൈസ കൊടുക്കുക. പണം അടിച്ചതിന് ശേഷം പൈസ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ഒരിക്കലും തന്നെ ഉണ്ടാവാത്ത രൂപത്തിൽ പലരും അങ്ങനെ പിന്നെ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാകാൻ ഹജ്ജിൻ്റെ കാര്യമായതുകൊണ്ട് ഉണ്ടാകാൻ സാധ്യതയില്ല. എന്നിരുന്നാൽ പോലും പിന്നെ സാഹചര്യങ്ങൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ ആകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ സ്വന്തമായിട്ട് പൈസ കൊടുക്കാതെ, പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, ഉമ്മമാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഒറ്റയ്ക്ക് ഹജ്ജിന് പോകാനുള്ള ആ ഒരു ആവേശത്തോടുകൂടെ ആ ഒരു നല്ല നിയത്തോടുകൂടെ എവിടെയെങ്കിലുമൊക്കെ പൈസ കൊടുത്തിട്ട് പിന്നെ അത് അവസാനം അതിനൊരു തുമ്പും പാലില്ലാത്ത രൂപത്തിലേക്ക് മാറരുത്. നമ്മൾ കൃത്യമായിട്ട് നമ്മൾ വേണ്ടപ്പെട്ട ആളുകൾക്ക് പിന്നെ കൂട്ടിയിട്ട് അതിന് പൈസ കൊടുക്കാൻ വേണ്ടി നമ്മളൊക്കെ പിന്നെ അതിനു വേണ്ടി പോവുക. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുകയാണ്. അല്ലാഹു തആല എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി പിന്നെ സേവനം ചെയ്യുന്ന ട്രാവൽസും അതുപോലെ തന്നെ അമീറന്മാരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ആഫിയത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് എല്ലാവരും നല്ല നിയ്യത്തോടുകൂടെ ഒക്കെ ചെയ്യുന്നവരാണ്. എല്ലാവർക്കും അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം അവരൊക്കെ ചെയ്യുന്ന ആ ഒരു സേവനങ്ങൾ പിന്നെ സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് നേട്ടങ്ങൾ അവർക്കുണ്ടെങ്കിലും കാരണം അവരെടുത്ത വഴികൾ അത് വല്ലാത്തൊരു വഴിയാണ്. കാരണം ഒരുപാട് ആളുകളെ നല്ല ഒരു മാർഗത്തിലേക്ക് എത്തിക്കാനുള്ള ആ ഒരു വഴികൾ അവർ തുറന്നു തരുന്നു, അവർ ആ ഒരു മാർഗം സ്വീകരിക്കുന്നു. അതിനൊക്കെ അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചെയ്യുന്ന വഴികളൊക്കെ അവർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വലിയ ഒരു മുതൽക്കൂട്ടായിട്ട് നാളെ സ്വർഗീയ ലോകത്തൊക്കെ ഒരുമിച്ച് കൂടാനൊക്കെ ഉള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ പറഞ്ഞു എന്ന് മാത്രമല്ലാതെ പിന്നെ എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. പിന്നെ ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് ഉസ്താദുമാർ അതുപോലെ തന്നെ ഒരുപാട് പിന്നെ ട്രാവൽസിൻ്റെ ഏജന്റുമാരൊക്കെ ഇതിനു വേണ്ടിയൊക്കെ പ്രവർത്തിക്കുന്നവരുണ്ട്. പിന്നെ അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകരുത് എന്ന നിലക്കാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഇതിൻ്റെ പിന്നെ ചെയ്യുന്ന ആളുകളൊക്കെ മുഴുവനും പിന്നെ പൈസയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആവുന്ന ആ രൂപത്തിലല്ല പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ പിന്നെ ശ്രദ്ധിക്കുമെന്ന് ഉണർത്തുകയാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ദുആയിലൊക്കെ ഉൾപ്പെടുത്തുക. ദുആക്ക് ഇജാബത്ത് കിട്ടുന്നവരാണ് എന്നൊക്കെ മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ഏതൊരു യാത്രക്കാരൻ്റെയും പിന്നെ യാത്ര പോകുന്നവരുടെ അവരോട് നമ്മൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യണം. യാത്ര പിന്നെ ഹജ്ജ് ചെയ്ത് കഴിഞ്ഞാൽ ഉംറ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന സമയത്തും അവരോട് ദുആ ചെയ്യണം. കാരണം രണ്ട് ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സംഗതിയാണ്. കാരണം യാത്രക്കാരുടെ അത് ഏത് യാത്രയാണ് ഹലാലായ ഏത് യാത്രക്കാരൻ്റെയും ദുആക്ക് ഇജാബത്ത് ഉണ്ടെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്. പ്രത്യേകിച്ച് ഹജ്ജിനും ഉംറക്കൊക്കെ പോകുമ്പോൾ അതൊരു വല്ലാത്തൊരു യാത്ര തന്നെയാണ്. അപ്പോൾ അവരുടെ ദുആ സ്വീകരിക്കും. പിന്നെ ഹജ്ജ് കഴിഞ്ഞാൽ പിന്നെ പറയും വേണ്ട. അല്ലാഹു തആല എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും പരസ്പരം ദുആയിലൊക്കെ ഉൾപ്പെടുത്തുക. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.